നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ കാലത്ത് ഏറ്റവും അധികം ജനപ്രീതി ആർജിക്കുകയും വോട്ട് നേടുകയും ഒക്കെ ചെയ്ത ഒരു ആരോഗ്യമന്ത്രിയായിരുന്നു കെ ശൈലജ. ഏതായാലും കെ ശൈലജയെ അന്ന് രണ്ടാം ഘട്ടം ഒരു അവസരം നൽകാതെ, മന്ത്രിയാകാനുള്ള അവസരം നൽകാതെ അത് നിഷേധിച്ചുകൊണ്ട് പിണറായി വിജയൻ വന്നതൊക്കെ വലിയ വാർത്തയായിരുന്നു. ഫലപ്രദമായി ആരോഗ്യരംഗത്തെ കൊണ്ടുപോകാൻ കഴിഞ്ഞിരുന്നുവെന്ന് ജനങ്ങളൊക്കെ പറഞ്ഞ, ജനങ്ങൾക്ക് ഏറെ ഇഷ്ടമുള്ള ഒരു ആരോഗ്യമന്ത്രി. അവരെ പിന്നീട് അടുത്ത തെരഞ്ഞെടുപ്പിൽ മന്ത്രിയാക്കാതെ പുതിയ തലമുറയ്ക്ക് അവസരം കൊടുക്കണമെന്ന വാദമുയർത്തിക്കൊണ്ട് പിണറായി വിജയന് മാത്രം അത് ബാധകമല്ല എന്ന് പറഞ്ഞുകൊണ്ടും രംഗത്ത് വരികയും പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രിയാവുകയും ചെയ്തു. ഏതായാലും കെ ശൈലജയെ ദ്രോഹിച്ചത് അവിടെ കൊണ്ടൊന്നും തീരുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കെ ശൈലജ അടുത്ത തെരഞ്ഞെടുപ്പിലും ഇനി കേരളത്തിൽ വേണ്ട എന്നാണ് പിണറായി വിജയൻ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് തോന്നുന്നു. ഏതായാലും ഇപ്പോൾ കെ ശൈലജ പാർലമെന്റിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ടെന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. കെ ശൈലജയെ കേരളത്തിൽ നിർത്താതെ പാർലമെന്റിലേക്ക്, അതായത് ഡൽഹിയിലേക്ക് ഓടിക്കാനാണ് ഇപ്പോൾ പിണറായി വിജയന്റെ ശ്രമം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അടുത്ത തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷമല്ലാതെ വലിയ ഓപ്ഷനുകളൊന്നും കേരളത്തിലെ വലതുപക്ഷത്തിന്റെ മുമ്പിൽ ഇല്ലാത്തതുകൊണ്ട്, അതായത് കോൺഗ്രസിന് അതിനൊക്കെ ഒരു സാമർഥ്യമില്ലാത്തതുകൊണ്ട് ഇടതുപക്ഷം തന്നെ ജയിക്കുമെന്നാണ് പിണറായി വിജയൻ കണക്കുകൂട്ടുന്നത്. അങ്ങനെ വന്നാൽ കെ ശൈലജ ഒരു ബുദ്ധിമുട്ടാകുമോ എന്ന സംശയം ഒരുപക്ഷെ പിണറായി വിജയന് ഇല്ലാതില്ല. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇപ്പോൾ കെ ശൈലജയെ പാർലമെന്റിലേക്ക്, അതായത് ഡൽഹിയിലേക്ക് അങ്ങ് ഓടിക്കാനുള്ള ശ്രമം നടത്തുന്ന തരത്തിലുള്ള ചില വാർത്തകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില അഭ്യൂഹങ്ങളും ഉയരുന്നുണ്ട്. കെ ശൈലജ ലോക്സഭയിലേക്ക് CPM-ന്റെ സ്ഥാനാർത്ഥിയായി എത്തുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സാധ്യതാ പട്ടിക ഇപ്പോൾ പുറത്താകുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സ്ഥാനാർത്ഥികളുടെ പ്രാഥമിക ചർച്ചകൾക്കായി CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നുണ്ട്. 15 സീറ്റുകളിൽ CPM, 4 CPI, ഒരെണ്ണത്തിൽ കേരള കോൺഗ്രസ് എമ്മും മത്സരിക്കുമെന്നാണ് മുന്നണി യോഗത്തിലെ തീരുമാനമെന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും ഇതിനോടകം തന്നെ സ്ഥാനാർത്ഥി സാധ്യതാ പട്ടിക പോലും പുറത്തു വന്നു കഴിഞ്ഞു. മത്സരിക്കുന്ന 15 മണ്ഡലങ്ങളിൽ പ്രമുഖരെയും പുതുമുഖങ്ങളെയും വനിതകളെയും ഉൾക്കൊള്ളുന്ന സ്ഥാനാർത്ഥി പട്ടികയാണ് CPM പരിഗണിക്കുന്നതെന്നാണ് വിവരം. തോമസ് ഐസക്, കെ ബാലൻ അടക്കമുള്ള മുതിർന്ന നേതാക്കളുടെ പേരുകളും സ്ഥാനാർത്ഥി സാധ്യതാ പട്ടികയിൽ ഉണ്ട് എന്നാണ് സൂചന. ജില്ലാ സെക്രട്ടേറിയറ്റ് നൽകിയിരിക്കുന്ന പട്ടികയിൽ കെ ശൈലജയെ 2 മണ്ഡലങ്ങളിൽ പരിഗണിക്കുന്നുണ്ട് എന്നാണ് സൂചന. 2009 മുല്ലപ്പള്ളി രാമചന്ദ്രനിലൂടെ പിടിച്ച് മുരളീധരനിലൂടെ കോൺഗ്രസ് നിലനിർത്തിയ വടകര മണ്ഡലത്തിൽ ഇത്തവണ പ്രമുഖരെ മത്സരിപ്പിച്ച് തിരിച്ചുപിടിക്കാനാണ് CPM തീരുമാനിച്ചിരിക്കുന്നത്. പ്രദീപ് കുമാറിനാണ് മണ്ഡലത്തിൽ മുൻതൂക്കമെങ്കിലും ജനപ്രീതിയിൽ മുന്നിലുള്ള കെ ശൈലജയുടെ പേരും ആ മണ്ഡലത്തിൽ നിന്ന് ഉയരുന്നുണ്ട്. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് നൽകിയ സാധ്യതാ പട്ടികയിൽ മന്ത്രി എന്ന നിലയിൽ പ്രവർത്തിച്ച വേളയിൽ കെ ശൈലജ നേടിയെടുത്ത ജനപ്രീതി മണ്ഡലം തിരിച്ച് പിടിക്കാൻ മുതൽക്കൂട്ടാകുമെന്ന് വിലയിരുത്തൽ ഉണ്ട് എന്ന തരത്തിലും സൂചനകൾ വരുന്നു. കോഴിക്കോട് മണ്ഡലത്തിൽ രാജ്യസഭാംഗമായ എളമരം കരീമും വസീഫും സ്ഥാനാർത്ഥി പട്ടികയിലുണ്ട്. മുഹമ്മദ് റിയാസിന്റെ അടക്കം പിന്തുണ വസീഫിനുണ്ട് എന്നാണ് സൂചന. എന്നാൽ കോഴിക്കോട് എളമരം കരീം പോലുള്ള ഒരു നേതാവാണ് വേണ്ടതെന്നാണ് മുതിർന്ന നേതാക്കൾ പറയുന്നത്. കാസർഗോഡ് MV ബാലകൃഷ്ണനെയും TV രാജേഷിനെയും പരിഗണിക്കുന്നുണ്ട്. കൊല്ലത്ത് മുകേഷ്, പത്തനംതിട്ടയിൽ തോമസ് ഐസക്കിന്റെയും ആലപ്പുഴയിൽ AM ആരിഫിന്റെയും പേരുകൾ പട്ടികയിൽ ഇടം പിടിക്കുന്നു. കർഷക സമര നേതാവ് ബിജു കൃഷ്ണയുടെ പേരും ഇപ്പോൾ ഉയരുന്നുണ്ട്. ആറ്റിങ്ങലിൽ V ജോയിയുടെയും ഇടുക്കിയിൽ ജോയ്സ് ജോർജിന്റെയും പേരാണുള്ളത്. ചാലക്കുടിയിൽ C രവീന്ദ്രന്റെയും ആലത്തൂർ മന്ത്രി K രാധാകൃഷ്ണന്റെയും പേരുകൾ ഉണ്ട്. മലപ്പുറത്ത് UDF-ൽ നിന്നും ഒരാളെ എങ്ങനെയെങ്കിലും അടർത്തിയെടുത്ത് കൊണ്ടുവരാനുള്ള ശ്രമം, അത്തരത്തിലൊരു പരിഗണിക്കൽ അല്ലെങ്കിൽ ഒരു വിലയിരുത്തലൊക്കെ നടക്കുന്നുണ്ട്. പാലക്കാട് M സ്വരാജിന്റെ പേര് വരുന്നുണ്ട്. കേരള കോൺഗ്രസ് എം മത്സരിക്കുന്ന കോട്ടയത്ത് തോമസ് ചാഴിക്കാടിനെ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചു കഴിഞ്ഞു. ഏതായാലും സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിക്കുന്ന പേരുകൾ കീഴ്ഘടകത്തിലേക്ക് അയക്കുമെന്നാണ് സൂചന. അവിടെ ചർച്ച ചെയ്ത ശേഷം വീണ്ടും സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പരിഗണനയ്ക്ക് എത്തും. അതിന് ശേഷം അവസാനം PB ആണ് സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അംഗീകാരം നൽകുക. ഈ മാസം അവസാനത്തോടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകാനാണ് സാധ്യത. ഏതായാലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 1 സീറ്റ് മാത്രമാണ് LDF-നുണ്ടായിരുന്നത്. അതിൽ നിന്നും ഒരാളെ കൂടി കൂടുതൽ കിട്ടിയാൽ പോലും അത് CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയ സാധ്യതകളാകും തുറക്കുക. അതുകൊണ്ട് തന്നെയാണ് മുതിർന്ന സ്ഥാനാർത്ഥികളെ അടക്കം മത്സരിപ്പിച്ചുകൊണ്ട് കോൺഗ്രസിനെ തകർക്കാനുള്ള ശ്രമം, അല്ലെങ്കിൽ അത്തരത്തിൽ സീറ്റുകൾ നേടിയെടുക്കാനുള്ള ശ്രമമാണ് CPM നടത്തുന്നത്. എത്രത്തോളം അത് വിജയിക്കും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഏതായാലും ഒരു കാര്യത്തിൽ വ്യക്തതയുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടിൽ കൂടുതൽ സീറ്റുകൾ CPM നേടാനുള്ള സാധ്യതകളാണ് നമുക്ക് മുന്നിൽ കാണാൻ കഴിയുന്നത്.